നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP അട്ടിമറിച്ച് BJP നേടിയ ചരിത്ര വിജയത്തിൽ ഡൽഹിയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലുതെന്നും ചരിത്ര വിജയം BJPക്ക് നൽകിയതിന് ഡൽഹിക്ക് സല്യൂട്ടെന്നും മോദി എക്സിൽ കുറിച്ചു. വികസനം വിജയിച്ചുവെന്നും കേന്ദ്രത്തിന്റെ നല്ല ഭരണത്തിനുള്ള ഫലമാണിതെന്നും മോദി കുറിച്ചു. അതേസമയം കാൽനൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിലേറുന്നത്. ഒരു തുടർ വിജയം പ്രതീക്ഷിച്ചാണ് ആം ആദ്മി രംഗത്തിറങ്ങിയതെങ്കിലും ഇത്തവണ AAPയെ അട്ടിമറിച്ചാണ് BJP ചരിത്ര വിജയം നേടിയത്. അധികാരത്തിലേക്ക് തിരിച്ചുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കാണാതെ ഇത്തവണയും കോൺഗ്രസ് സംപൂജ്യരായി. എലപ്പുള്ളി ബ്രൂവറിയുമായി മുന്നോട്ട് തന്നെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭൂമി തരം മാറ്റൽ അനുമതി നിഷേധിച്ചത് CPM എതിർപ്പായി കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയം LDFൽ ചർച്ച ചെയ്യും. തടസ്സമായ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. അതേസമയം ടോളിനോട് യോജിപ്പില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേരളത്തിലുടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടത്തിയ ആസൂത്രിതമായ കൊള്ളയാണെന്ന് നജീബ് കാന്തപുരം MLA. കോടികളുടെ അഴിമതിയാണിത്. സാധാരണ മനുഷ്യരുടെ കീശയിൽ നിന്ന് വലിയ തോതിൽ പണം തട്ടിയെടുത്ത കുറ്റകൃത്യമാണിത്. ഇതിൽ പങ്കാളികളായ കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ ഇരകളായ NGOകളെ തേടിയാണ് സർക്കാർ പോകുന്നതെന്ന് നജീബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പീഡന ശ്രമത്തിലെ ക്രൂരതകൾ വെളിപ്പെടുത്തി മുക്കം പീഡന ശ്രമത്തിലെ അതിജീവിത. വീടിന്റെ വാതിൽ തള്ളിത്തുറന്നാണ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് അതിജീവിത പറഞ്ഞു. മാസ്കിംഗ് ടേപ്പ് ഉൾപ്പെടെ പ്രതികൾ കയ്യിൽ കരുതിയെന്നും പ്രതി ദേവദാസ് തന്റെ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും അവർ കൂട്ടിച്ചേർത്തു. നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയെന്നും രാജിവെക്കുമെന്നറിയിച്ചപ്പോൾ ദേവദാസ് കാലിൽ വീണെന്നും അവർ പറഞ്ഞു. എളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പ്രബിന് സസ്പെൻഷൻ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ പ്രബിനെ ആരോഗ്യ വകുപ്പാണ് സസ്പെൻഡ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രബിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കോടതി റിമാൻഡ് ചെയ്ത പ്രബിൻ ഇപ്പോൾ ജയിലിലാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അതീഷി മർലേനക്ക് വിജയം. കാൽക്കാജി മണ്ഡലത്തിൽ നിന്നും 2795 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അതീഷിയുടെ വിജയം. BJP സ്ഥാനാർത്ഥിയായ മുൻ MP രമേശ് ബിദൂരിയെയാണ് അതീഷി പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിന്റെ തുടക്കഘട്ടങ്ങളിൽ പിന്നിലായിരുന്ന അതീഷി അവസാന റൗണ്ടുകളിലായാണ് ലീഡ് നേടിയത്. യുവനേതാവ് അൽക്കാലംബെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ജയത്തിന് BJPക്ക് അഭിനന്ദനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ആഗ്രഹമെല്ലാം BJP നിറവേറ്റുമെന്ന് കരുതുന്നു. കഴിഞ്ഞ 10 വർഷം ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ആം ആദ്മി പാർട്ടി സർക്കാർ ചെയ്തു. വിദ്യാഭ്യാസം, വൈദ്യുതി, ജലവിതരണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ജനങ്ങൾക്കായി പ്രവർത്തിച്ചു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിൽ പ്ലാസ്റ്റിക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രോത്സാഹിപ്പിച്ച പരിസ്ഥിതി സൗഹൃദ പേപ്പർ സ്ട്രോയെയും ട്രംപ് വിമർശിച്ചു. പ്രാവർത്തികമാക്കാതിരുന്ന ബൈഡന്റെ പേപ്പർ സ്ട്രോകൾ നിർത്തലാക്കാൻ അടുത്ത ആഴ്ച എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തലിന്റെ ഭാഗമായി ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കും മുമ്പ് ജനക്കൂട്ടത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് ഹമാസ്. നൂറുകണക്കിന് വരുന്ന ആളുകളുടെ മുമ്പിൽ ബന്ദികളെ എത്തിച്ച് മുഖംമൂടിധാരികളായ ഹമാസ് സൈനികർ ഇവരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് 3 പേരെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറിയത്. ചാമ്പ്യൻസ് ട്രോഫി പടിവാതിൽക്കൽ നിൽക്കെ പ്രഖ്യാപിച്ച ടീമിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ ആലോചിക്കുന്നു. സ്വന്തം നാട്ടിലിറങ്ങേറുന്ന പോരാട്ടത്തിനായി 15 അംഗ സംഘത്തെ പാകിസ്ഥാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ടീം സെലക്ഷൻ വൻ വിവാദമായി. ഖുഷ്ദിൽ ഷാ, ഫഹീം അഷ്റഫ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിമാറിയത്.